അങ്ങനെ വീണ്ടും ഒരു മഴക്കാലം എത്തിയിരിക്കുകയാണ് അല്ലേ. മഴക്കാലം മാത്രമല്ല അല്ലേ, ഇതൊരു പനിക്കാലം കൂടിയല്ലേ. അങ്ങനെ പനി പിടിച്ച് കിടക്കണ നേരത്താണ് എനിക്കൊരു പൊതിച്ചോറ് തോന്നിയത്. തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ഉണ്ടാക്കുക തന്നെ, അങ്ങോട്ട് കഴിക്കുക തന്നെ. അപ്പം ആദ്യം ഒരു വാഴയിടലൊക്കെ വെട്ടി നല്ല വാട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ല ചോറും പിന്നെ നല്ല തേങ്ങയും കാന്താരിയും കൂടി അരച്ച ചമ്മന്തിയും തേങ്ങ മൂപ്പിച്ച് അതിലുണ്ടാക്കിയ ബീറ്റ്റൂട്ട് തോരനും കാന്താരിയും ചെറിയുള്ളിയും കുരുമുളകും ഇട്ടുണ്ടാക്കിയ ഒരു മുട്ട ഓംലെറ്റും പിന്നെ വേനൽക്കാലത്തിൽ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ണിമാങ്ങയെന്ന് ഒന്ന് മെല്ലെ പൊക്കി അതും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഭംഗിക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് കറിയും കൂടി വെച്ചു. ഇനി ഒന്നുമില്ല, അങ്ങോട്ട് അടക്കി തന്നെ ഉണ്ട്. പേപ്പറിൻ്റെ കൂടെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് കെട്ടി വെക്കുക. പിന്നെ വിശക്കുമ്പോൾ നല്ല ചൂടിൽ തന്നെ ആറിയിട്ടാണ് എടുത്ത് കഴിക്കുക. അതല്ലേ ചെയ്യണ്ടേ. അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് അങ്ങനെ കെട്ടി വെച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് കാത്തിരിപ്പാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ കാത്തിരിപ്പിനൊക്കെ ഒരു സുഖം തന്നെയാണ് അല്ലേ. എന്നിട്ട് മെല്ലെ തുറന്ന് അതിൻ്റെ മണം അങ്ങോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട. പിന്നെ അങ്ങോട്ട് തുറന്നിട്ട് മെല്ലെ ചോറും കുറച്ച് ചമ്മന്തി കുറച്ച് മുട്ടയും അതിൻ്റെ കൂടെ തോരനും കറിയും അച്ചാറിലെ കഷ്ണമൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ സ്വാദ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് നഷ്ടമാവുന്നു ഇതൊക്കെ തന്നെയല്ലേ അല്ലേ. നമ്മളിപ്പോൾ എപ്പോഴും പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണേ. പുറത്ത് പോയിട്ട് പൊതിച്ചോറും ചട്ടിച്ചോറും വാങ്ങി കഴിക്കുന്നതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ശരിക്കും പൊതിച്ചോറ് നമ്മൾ ജോലിക്ക് കൊടുത്തയക്കാനാണ് ഉണ്ടാക്കണമെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ അല്ലേ. എല്ലാം കൂടി കുഴച്ച് പാത്രത്തിൽ കഴിക്കണേക്കായും വാഴയിലയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ വേറെ ലെവൽ.